ഹായ്, കാതിലോലയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത. ഇന്ന് നമുക്ക് കുറച്ച് ഓഫർ വെയർ ആയിട്ടുള്ള കുർത്തീസ് നമുക്ക് കാണാം. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. പ്യുവർ ജയ്പൂർ കോട്ടണിൽ വരുന്ന വളരെ കംഫർട്ട് വെയർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ നോക്കൂ, നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ വളരെ ചെറിയ സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് ഒരു സൈഡിൽ ആങ്കറക്ക മോഡൽ പോലെയൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. അത് ഒരു ഭാഗം അങ്ങനെ തന്നെ ലേസ് അടി വരെ പോയിട്ടുണ്ട്. ഇവിടെ ഡോറി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ടസൽസും ഉണ്ട്, ആവശ്യത്തിന് നമുക്ക് ടൈ ചെയ്യാം. സ്ലീവ് 3/4 സ്ലീവാണ്. ഇവിടെ ഒരു ഹാഫ് പോർഷൻ തൊട്ടതാണ്. ഇവിടെ ഫുള്ളായിട്ട് പാനലായിട്ടാണ് വന്നിരിക്കുന്നത്. പാനൽ കട്ടിൻ്റെ ഒരു സ്റ്റൈല് കാണാം. നല്ല ഭംഗിയായിട്ടാണ് പാനൽ കട്ട്. ധാരാളം ഒരു ഫ്ലയറായിട്ട് നല്ല ഒരു എന്താ പറയുക വീതിയായിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അനാർക്കലി മോഡലാണ്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ പാനൽ കട്ടോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂവിൽ അധികം നമുക്ക് കാണാൻ അധികം സാധിക്കാത്ത ഒരു കളറാണ്. അതിൽ തന്നെ എന്താ വളരെ പൊടിപൊടിയായിട്ട് ബ്ലൂവിൻ്റെ പല ഷെയ്ഡുകളും അതുപോലെ ലൈറ്റ് ഗ്രീനും എല്ലാം വന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ. ആ കളർ കോമ്പിനേഷൻ വളരെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. കോട്ടാഡോറിയുടെയാണ് ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. അതാണ് അതിന് ആ ഒരു സ്റ്റൈൽ കൊടുക്കുന്നത്. അതാ എൻഡിലെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. കോട്ടാഡോറി ദുപ്പട്ട ആ ഒരു കോട്ടൺ ഡ്രസ്സിന് വളരെ ആപ്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാൻറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആ ഒരു ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാൻറ്റാണ്. ആവശ്യത്തിന് നമുക്ക് സൈസ് കൃത്യമായിട്ട് തന്നെ കിട്ടുന്ന സൈസിനനുസരിച്ച് കൃത്യമായിട്ട് തന്നെ കിട്ടുന്ന ആ ഒരു പാൻറ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ്. ഇത് സൈസുകൾ ചോദിച്ചു വാങ്ങാം. ഈ ഒരു വിലയ്ക്ക് ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് മാത്രമല്ല വളരെ ലാഭകരമാണ്. ഒരു ഡാർക്ക് മജന്ത കളറിൽ വരുന്ന പ്യുവർ കോട്ടൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൻ്റെ ഒരു ഡ്രസ്സാണിത്. നല്ലൊരു സ്റ്റൈലിഷ് മോഡലാണ്. ഇതൊരു ഡബിൾ കോളർ എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി അതുപോലെ തന്നെ ജെരി വർക്ക് പിന്നെ ചെറിയ സീക്വൻസ് എല്ലാം കൊണ്ട് ബാക്ക് പോർഷനൊക്കെ കോളറിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരും. ഫുള്ളായിട്ട് ഇതിലെല്ലാം വർക്ക് വരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷാണ്. ഡബിൾ കോളർ പോലെയാണ്. ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഹാഫ് വരെ നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. 3/4 സ്ലീവിലും ഈ ഒരു എംബ്രോയ്ഡറിയും വർക്കും കാര്യങ്ങളൊക്കെ കാണാം. ജെരി വർക്കും ആൻറ്റിലൊക്കെ നോക്കും. നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. ഇവിടെ ധാരാളം വളരെ എന്താ പറയുക ആ ഗ്യാതറിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടാണ് വളരെ ഈ ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത്. എല്ലാ പീസും വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലെയറിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. അത്യാവശ്യം തടിയുള്ളവർക്കും എല്ലാം ഇത് വെയർ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. ബാക്ക് ഭാഗം പ്ലെയിൻ ആയിട്ട് വരും. സെയിം കളർ ടോണിൽ തന്നെയുള്ള നല്ല കോട്ടൻ്റെ പാൻറ്റാണ്. ഇത് പെയർ ചെയ്തിരിക്കുന്നത് ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാൻറ്റാണ്. നല്ല സ്റ്റൈൽ ആൻഡ് പാൻറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ പിന്നെ ഈ ദുപ്പട്ടയാണ്. ദുപ്പട്ട 4 ഭാഗത്തും ഈ ലേസ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേസോട് കൂടിയിട്ട് ഷിബോറി പ്രിൻറ്റിൽ വരുന്ന ഒരു സ്റ്റോൾ ടൈപ്പിലുള്ള നല്ല മൽക്കോട്ടൻ്റെ ദുപ്പട്ടയാണ്. ഇത് അതിൻ്റെ ഒരു സ്റ്റൈല് നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു സിംഗിൾ പീസ് കുർത്തിയാണിത്. സിംഗിൾ പീസാണ്. നല്ല ലെങ്തിയാണ്. സൈഡിൽ സ്റ്റിച്ചുള്ളതാണ്. എന്താ ഇങ്ങനെ വരും. ഫോയിൽ പ്രിൻറ്റിൻ്റെ ഒക്കെ വർക്കുണ്ട്. ഇത് ഫോയിൽ പ്രിൻ്റ് ഒട്ടും പോകുന്നതല്ല. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫോയിലാണ്. അതുകൊണ്ട് ഇതിന് കളർ പോകും എന്നുള്ള ഒരു ഭയം വേണ്ട. അതുപോലെ തന്നെ പ്രിൻ്റെല്ലാം വളരെ നല്ല ജീവസുറ്റാന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള നല്ല സ്റ്റൈലനായിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ്ങും ആ ഒരു വർക്കുമാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ചൈനീസ് കോളറായിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു കോളർ പോലെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ ഉണ്ട്. പിന്നെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവാണ്. ബാക്ക് പോർഷൻ സെയിം ഡിസൈൻ. ഇതാണ് സിംഗിൾ പീസാണ്. നല്ല ലെങ്ത് ഉള്ളതാണ്. 47-48 ഇഞ്ച് ഇതിന് ലെങ്ത് വരും. സൈസുകൾ ചോദിച്ചു വാങ്ങുക. ഇത് കോട്ടൺ മെറ്റീരിയലിൽ പെട്ടിട്ടുള്ളതാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ പെട്ടിട്ടുള്ളതാണ്. കോട്ടണിൽ വരുന്ന ചന്തേരിയിൽ വരുന്ന
3 പീസ് കുർത്തിയാണിത്. ഫ്ലോറൽ പ്രിൻ്റ് ആണ് താഴ്ഭാഗത്തെല്ലാം കാണുന്നത്. ഇവിടെ എല്ലാം മൈന്യൂട്ടായിട്ടുള്ള വളരെ സീക്വൻസ് വർക്കും എല്ലാം എംബ്രോയിഡറി വർക്കൊക്കെ കാണാം. വളരെ പൊടിയായിട്ടുള്ള ആ ചെറിയ സീക്വൻസ് വർക്ക് ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടാണ് കാണാൻ പറ്റും. ഇത് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ വി ആണ്, ഒരു ഷാർപ്പ് വി ആയിട്ടുള്ള നെക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ലേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫുള്ളായിട്ടും ഇവിടെ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്കിൻ്റെ സ്റ്റൈല് കാണാം. നല്ല ഭംഗിയായിട്ടാണ് ആ ചെസ്റ്റ് പോർഷൻ വന്നിട്ടുള്ളത്. 3/4 സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കുർത്തിയിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് മൽക്കോട്ടൻ്റെ നല്ല ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദാമൻ പോർഷൻ വരുമ്പോൾ നല്ല സ്റ്റൈലിഷാണ്. എന്താ ഇങ്ങനെ ഒരു ഷിഫ്ലി വർക്ക് പോലെ ആയിട്ട് വന്നിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എൻഡ് പോർഷനാണ് വന്നിട്ടുള്ളത്. ബാക്ക് ഭാഗം പ്ലെയിൻ ആണ്, അല്ല ഡിസൈൻ ഉണ്ട്. ഡിസൈനോട് കൂടിയിട്ടുള്ള ബാക്ക് പോർഷനാണ്. ഒരു ഡബിൾ ടോണായിട്ടാണ് വരുന്നത്. ഇത് ഈ ഒരു അപ്പർ സൈഡിൽ ഈ ഒരു കളറും താഴെ ആകുമ്പോൾ ഇങ്ങനെയൊരു ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. അതേ ഷെയ്ഡിൽ തന്നെയുള്ള മൾബറി സിൽക്കിൻ്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. മൾബറി സിൽക്കാണ് ദുപ്പട്ട. കോട്ടണിൽ സിൽക്കിലുള്ള പാൻറ്റാണ്. നല്ല സ്റ്റൈലിഷ് പാൻറ്റാണ്, വളരെ സോഫ്റ്റാണ്. സെയിം കളർ ടോണിൽ തന്നെയുള്ള ഒരു ലൈറ്റ് ചോക്ലേറ്റ് എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡിലുള്ള ഒരു പാൻറ്റാണ് ഇത്. സൈസുകൾ ചോദിച്ചു വാങ്ങാം. പ്രൈസ് സ്ക്രീനിലുണ്ട്. ഫ്രീ ഷിപ്പിങ്ങുമാണ്. ഇതിൻ്റെ പ്രൈസ് മാത്രം പേ ചെയ്താൽ മതിയാവും. പ്യുവർ ജയ്പൂർ കോട്ടണിൽ വരുന്ന കുർത്തിയാണ്. പ്രീമിയം കോട്ടൺ ആണ് ഇത്. ധാരാളം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ഒരു വിധമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 38 സൈസ് മാത്രമാണ് ഇതിൻ്റെ അവൈലബിലിറ്റി നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഒരു മസ്റ്റാർഡ് ബ്രൗൺ, മസ്റ്റാർഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഒരു ഷെയ്ഡ്, അതിൻ്റെ ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ സുന്ദരമായിട്ടുള്ള ഒരു വർക്കാണ് കാണുന്നത്. എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കിൻ്റെയും ഒരു സ്റ്റൈലാണ് ഇവിടെ കാണുന്നത്. ആലിയ കട്ട് എന്ന് തന്നെ പറയാം. എന്താ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഷാർപ്പായിട്ടുള്ള ഒരു വി ഷേപ്പാണ് നെക്കിന് വന്നിരിക്കുന്നത്. ഇത് സൈഡിൽ അനാർക്കലി മോഡലാണ്, സ്ലിറ്റില്ല. അതുപോലെ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. 3/4 സ്ലീവാണ്. ബാക്ക് പോർഷനും സെയിം ഡിസൈനിൽ തന്നെ വരണം. കുർത്തിയുടെ ബാക്ക് കോട്ടാഡോറിയയിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് പീസ്, കുർത്തിയുടെ തന്നെ കട്ട് പീസായിട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടാഡോറിയയുടെ സ്റ്റൈലൻ ദുപ്പട്ടയാണ്. അതിൻ്റെ ആ കളറാണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്നത്. ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡി കളറാണ് ഈ ഒരു ഷെയ്ഡ് നല്ല നിസ്സംശയം പറയാവുന്നതാണ്. അതുപോലെ തന്നെ പാൻറ്റ് സെയിം കളറിൽ വരുന്ന കോട്ടൻ്റെ പാൻറ്റാണ്. പ്രീമിയം കോട്ടണിൽ പെട്ടിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് എടുക്കാം. 38 സൈസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇത്. ബോംബെ സിൽക്കിൽ വരുന്ന ഒരു സെറ്റാണ് ഇത്. പാൻറ്റും അതുപോലെ തന്നെ കുർത്തിയും ബോംബെ സിൽക്കിലാണ് വരുന്നത്. ഈ 360 ദിവസം നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ചെസ്റ്റ് പോർഷനാണ് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. റൗണ്ട് നെക്ക് ആണെങ്കിലും ഇവിടെ ചെറിയൊരു വി പോലെ ഒരു ഓപ്പണിംഗ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോ ബട്ടൺ അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്ക് എല്ലാം സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ വീതിയിൽ ഏകദേശം ചെസ്റ്റ് ഫുള്ള് കവർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല സ്റ്റൈലിഷ് പീസാണ്. ആ കോമ്പിനേഷൻ, ആ കളർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു യെല്ലോ ആണിത്. ആ ഒരു യെല്ലോയിൽ റെഡ് അതുപോലെ തന്നെ ഗ്രീൻ വൈറ്റ് ഈ എല്ലാ കളറുകളെ കൊണ്ടും നല്ല കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും സെയിം ആയിട്ടുള്ള ആ ഒരു സീക്വൻസ് വർക്കും എംബ്രോയിഡറി ഒക്കെ കാണാം. സൈഡിൽ സ്റ്റിച്ച് ഉള്ളതാണ്. ട്രാൻസ്പെറൻസി നമുക്കൊട്ടും ഫീൽ ചെയ്യില്ല. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് നമുക്ക് പെയറായിട്ട് വെച്ചിട്ടുള്ളത്. 3/4 സ്ലീവാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ്. ബോംബെ സിൽക്കിൽ പെട്ടുള്ള തന്നെ അതിൻ്റെ അറ്റത്തും ഈ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെയുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കാണാം. ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാൻറ്റാണ്. വളരെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്.
എന്നും ഉപയോഗിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നമില്ലാത്തതാണ്. വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത വളരെ ധൈര്യപൂർവ്വം എടുക്കാവുന്ന ഒരു പീസാണത്. മീഡിയം സൈസിൽ വരുന്ന താജ് കോട്ടണിൽ പെട്ടുള്ള ഒരു കുർത്തിയാണ്. താജ് കോട്ടൺ എന്ന് പറഞ്ഞാൽ സാധാരണ കോട്ടണിനേക്കാളും കുറച്ചുകൂടി പ്രീമിയം ടൈപ്പാണ്. അധികം ചുളിവ് കാര്യങ്ങളൊന്നും വീഴില്ല, എന്നാൽ വെയർ ചെയ്യാൻ വളരെ സുഖമുള്ളതാണ്. ഇവിടെ ഇതാ മോത്തി വർക്ക് വന്നിട്ടുണ്ട്. ഇതാ വളരെ സ്റ്റൈലായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും നല്ല വർക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ടസൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഡാർക്ക് പിങ്ക് കളറിലുള്ള ചെറിയ മുത്തിൻ്റെ ഒരു ഹാൻഡ് വർക്ക് കാണാം. ഇത്രയും ഭാഗം നല്ല ഹാൻഡ് വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് വേറെ ഡിസൈനുള്ള മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇതിങ്ങനെ ബാക്ക് പോർഷൻ അതേ ഡിസൈനും കാര്യങ്ങളും. ഷിഫോണിൽ പെടുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള കുർത്തി ഒരു ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ നേർത്ത ഒരു ലൈൻ പോലെയുള്ള ഗോട്ടാപത്തിയുടെ ഒരു ലേസ് കാണാം. വളരെ നേർത്തതാണ്, ഷിഫോണിലുള്ളതാണ്. പാൻറ്റ് സെയിം താജ് കോട്ടണിൽ തന്നെയുള്ള പാൻറ്റാണ്. നല്ല വളരെ നീളത്തിലുള്ള സ്ട്രൈപ്സാണ് ഇതിന് വന്നിട്ടുള്ളത്. പാൻറ്റ് വളരെ ആപ്റ്റായിട്ടുള്ള പാൻറ്റാണ്. സൈസ് ആകെ 38, അതായത് എം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതാണ് 38 സൈസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. ഡെനിം ഫാബ്രിക്കിൽ വരുന്ന സിംഗിൾ പീസ് കുർത്തിയാണ്. ടോപ്പ് മാത്രമാണ്, ജീൻസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈറ്റ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പായിട്ട് വരുന്ന പോലെ ഇതിവിടെ ഒരു വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയൊരു ചൈനീസ് കോളർ പോലെ വന്നിട്ട് ഇവിടെ ഒരു ഡീപ്പ് യു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം ചെറിയ സ്റ്റിച്ചിങ് ആയിട്ട് ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ വുഡൻ്റെ ബട്ടൺസ് കൊടുത്തിരിക്കണം. സൈഡിൽ സ്ലിറ്റുള്ളതാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. ഇതും സൈസ് കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു പ്രൈസിന് ഇത് വളരെ ആപ്റ്റാണ്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്രൈസ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്.